ഹായ് ഗൈസ്, ഒടുവിൽ ആശ്വാസമായി. തരുൺ മൂർത്തിയുടെ തുടരും. ഒന്നും നോക്കണ്ട, റിവ്യൂവും ഒരു സംഭവം നിങ്ങൾ നോക്കണ്ട. ഡയറക്റ്റ് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോവാ, പടം സ്റ്റാർട്ട് ടു എൻഡ് എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക. അത്ര മാത്രമാണ് ഈ സിനിമയുടെ റിവ്യൂ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. അത്രക്കും എനിക്ക് വർക്കായ ലാലേട്ടന്റെ ദ പെർഫെക്റ്റ് കംബാക്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പടമാണ് തുടരും. ഒന്നും പറയാനില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വളരെയധികം തെളിഞ്ഞു നിൽക്കുക. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സിനിമയുടെ ആ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ തുടരും. ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു മാമത് സൈസ്റ്റ് ആ ഒരു ആക്ടർ ഉണ്ടല്ലോ, ലോക സിനിമയ്ക്ക് ലഭിച്ച ആ ഒരു സൗഭാഗ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു ആക്ടർ എന്ന നിലയ്ക്കുള്ള ആ ഒരു പ്രകടനം എത്ര കാലമായി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു സാധാരണക്കാരനായിട്ട് വന്നിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ലാലേട്ടന്റെ കരിയറിൽ ഒരു ഡൗൺഫോൾ ഉണ്ടാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരനായിട്ട് വരുന്നു, സൈലന്റ് ആയിട്ട് വരുന്നു, ഒരു മരണമാസ് ഹിറ്റ് അടിക്കുന്നു, പോകുന്നു. അതിന്റെ ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു റെപ്യൂട്ടേഷൻ ആയിട്ടാണ് തുടരും എന്ന് പറയുന്ന ഈ ഒരു സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. അത്രയ്ക്കും എനിക്ക് എൻജോയബിൾ ആയിട്ട് വളരെ സന്തോഷമായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിച്ച വളരെ കാലങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ ഒരുപാട് ലൗഡ്നെസ്, വളരെയധികം ബഹളത്തോടു കൂടി വന്ന ഒരുപാട് സിനിമകളിൽ ലാലേട്ടൻ്റെത് ബോക്സ് ഓഫീസിലും അതുപോലെ തന്നെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള നിലയിലും പരാജയമായ ഒരുപാട് എക്സ്പീരിയൻസ് ഒരു ഫാൻ എന്ന നിലയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ വിഷമം തോന്നുന്ന സമയം തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ തരുൺ മൂർത്തി ലാലേട്ടന് വെച്ച് നീട്ടിയ ഒരു കഥാപാത്രമാണ് തുടരും എന്ന സിനിമയിലെ ഷൺമുഖൻ അല്ലെങ്കിൽ ബെൻസ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ. അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ട് ലാലേട്ടൻ അത് ക്യാരി ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ഇനിയും ലാലേട്ടൻ ഇവിടെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇതുവരെ മലയാള ഫിലിം കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ എന്ന നിലയിൽ മോഹൻലാൽ എന്ന ഒരു വ്യക്തിക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമം, ഒരു വ്യക്തി അധിഷ്ഠിതമായിട്ടുണ്ടാവുന്ന വിദ്വേഷ പ്രചരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്താണ് ഇങ്ങനെ ഇത്ര ഇൻഹ്യൂമൻ ആയിട്ടൊക്കെ ഇദ്ദേഹത്തിനോട് പെരുമാറുന്നത്. അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് കൂടി ആക്ടിങ്ങിന്റെ എല്ലാ തലങ്ങളും എക്സ്പ്രസ് ചെയ്തു കഴിഞ്ഞു, പ്രേക്ഷകർക്ക് നൽകി കഴിഞ്ഞു. എന്നിട്ട് പോലും എന്തിനാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഇത്ര അധികം കളിയാക്കുന്നത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓരോരു വേളയിൽ അദ്ദേഹത്തിന്റെ മുഖം ശരിയല്ല, എക്സ്പ്രഷൻ വരുന്നില്ല, അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ. സംഭവം ആ ഒരു ക്യാരക്ടറിന് ഉതകുന്ന തരത്തിലുള്ള പ്രകടനമായിരിക്കാം അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ടർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പ്രകടനമായിരിക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഒരു സിനിമയുടെ മൊത്തം പരാജയം ചെന്ന് വീഴുന്നത് ലാലേട്ടൻ എന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രമായി ചുരുങ്ങുന്ന പോലെ എനിക്ക് തോന്നി. അവർക്കെല്ലാം ഉള്ള ഒരു പെർഫെക്റ്റ് റിപ്ലൈ ആണ് തുടരും. സ്റ്റാർട്ട് ടു എൻഡ് നമുക്ക് അത് വളരെ എൻജോയബിൾ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു അതിമനോഹരമായിട്ടുള്ള സിനിമയാണ്. ലാലേട്ടനെ കൂടാതെ തന്നെ ഇതിൽ വേറൊരു കിടിലം പെർഫോമർ കൂടിയുണ്ട്. പ്രകാശ് വർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആ ഒരു ബയോഗ്രഫി ഞാൻ നോക്കിയ സമയത്ത് വടവോൺ സൂസു എന്ന് പറഞ്ഞ ആടുണ്ടല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള ആട്, ആ ആടൊക്കെ ഡയറക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ സിനിമ ചില സമയത്ത് നമുക്ക് ലാലേട്ടനെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ലാലേട്ടനെ മുകളിൽ പോകുന്ന തരത്തിലൊക്കെ നമുക്ക് ചില വേളകളിൽ തോന്നുന്ന തരത്തിലുള്ള ഒരു ഗംഭീര പ്രകടനമാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ വ്യക്തി ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് തിയേറ്ററിൽ നിങ്ങൾ ചെന്ന് കാണുമ്പോൾ തന്നെ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഡെവിളിഷ് ആയിട്ടുള്ള ഒരുപാട് വില്ലനിക് നേച്ചറുകൾ നമ്മൾ കണ്ടിട്ട്, പക്ഷെ ഈ നാക്ക് വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്, ഒരു ഡെവിളിഷ്നെസ് അല്ലെങ്കിൽ ഈവിൾനെസ്സിനെ ആ ഒരു എക്സ്ട്രീം എൻഡിലോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ചേഷ്ടകളൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് കൂടുതൽ എക്സ്പ്ലനറേറ്ററി ആയിട്ട് പറയുന്നില്ല. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് സിനിമ എൻജോയ് ചെയ്യാൻ അതൊരു സ്പോയിലറായി മാറിയേക്കാം എന്നുള്ളത് കൊണ്ടാണ് പറയാത്തത്. പിന്നെ ലാലേട്ടന്റെ ആക്ടിങ്ങിലോട്ട് വരുമ്പോൾ അത് നമ്മൾ പറയാൻ ആളല്ല, പക്ഷെ എന്നിരുന്നാലും ഒരുപാട് കാലമായിട്ട് കേട്ട വിമർശനങ്ങൾക്ക് ഒരു മറുപടി എന്ന പോലെ ഇതുവരെ ലാലേട്ടൻ ഒരു സിനിമയിലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു സീക്വൻസ്, അതായത് ഒരു എക്സ്പ്രഷൻ എനിക്ക് സിനിമയിൽ രണ്ടിടത്ത് കാണാൻ പറ്റി. ഒരേ ഇമോഷന് അദ്ദേഹം രണ്ട് രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കി കണ്ടത്.
ആ ഒരു സീൻ കണ്ട സമയത്ത് തന്നെ ഇവരുടെ ഈ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ തരുൺ മൂർത്തി പറഞ്ഞതുപോലെ അദ്ദേഹം കട്ട് പറയാൻ മറന്നുപോയ ഏത് സീനാണെന്ന് എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. നമുക്ക് അത്രയധികം നമ്മളെ ഉള്ളിൽ തട്ടുന്ന തരത്തിലാണ് ലാലേട്ടൻ വളരെ പുതുമയുള്ള തരത്തിൽ ഒരു പ്രത്യേക ചേഷ്ടകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി മൂവ്മെന്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് വേറൊരു രീതിയിലുള്ള എക്സ്പ്രഷൻ ഓഫ് എ കൈൻഡ് ഓഫ് ഇമോഷൻ അത് സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സിനിമയുടെ കഥയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ചില ഏരിയകളിലൊക്കെ നമുക്ക് ഗസ് ചെയ്യാമെങ്കിൽ കൂടി നമുക്ക് ഈ സിനിമയിലെ ഓരോ സീൻസും സീക്വൻസും അത് തുന്നി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒട്ടും നമുക്ക് ആ ഒരു എൻഗേജ്ഡ് ആയി ഇരിക്കുന്ന ആ ഒരു കണ്ടീഷൻ ചോർന്നു പോവാത്ത തരത്തിൽ വളരെ മനോഹരമായിട്ട് തരുൺ മൂർത്തി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ലാസ്റ്റിലെ ആ ഷോട്ടില് ലാലേട്ടനെ കാണിച്ച് ക്യാമറ ബാക്കിലോട്ട് പോകുന്ന ആ സമയം വരെ നമ്മളെ സിനിമയിൽ എൻഗേജ്ഡ് ആയിട്ട് നിർത്താനുള്ള എല്ലാ ഘടകങ്ങളും അതിൽ അദ്ദേഹത്തിന്റെ തരുൺ മൂർത്തിയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ആ വ്യക്തിയാണ് കഥയും തിരക്കഥയും എഴുതിയ സുനിൽ എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്. അദ്ദേഹത്തിന്റെ പണി വളരെ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ആ സിനിമാറ്റിക് എലമെന്റ്സ് ഒക്കെ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് സിനിമ കമ്മ്യൂണിക്കേറ്റ് ആയപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ജെയ്ക്സ് ബിജോയുടെ ഈ മ്യൂസിക്കിലോട്ട് വരുമ്പോൾ കറക്റ്റ് ആ സിനിമയ്ക്ക് ആ സീൻ എന്താണോ വേണ്ടത്, ആ സീനിന്റെ ഇമോഷൻസ് ഒട്ടും കുറഞ്ഞു പോവാതെ, കൂടുതലുമല്ല കുറവുമല്ല, ദ കറക്റ്റ് അളവ്, ആ അളവുക്ക് നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന തരത്തിലാണ് അതിന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അതും പ്രത്യേകം കയ്യടി അർഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് കഴിഞ്ഞ ലാസ്റ്റ് സിനിമ ലാലേട്ടന്റെ എമ്പുരാൻ, ആ എമ്പുരാൻ സാധനത്തിൽ അവര് ഫോഴ്സ്ഫുള്ളി എന്താണോ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്, അതിലിപ്പോ നമ്മൾ ലാലേട്ടന്റെ ഇൻട്രോ സീൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മെഷീൻ ഗൺസ്, ഹെലികോപ്റ്റർ, ഹൈ എൻഡ് ഷോട്ട്സ്, താഴെ നിന്നുള്ള ഷോട്ട്സ്, സ്ലോ മോഷനിൽ കാല് വരുന്നു, കൈ വരുന്നു, ഇതൊക്കെ അല്ല, ഇത് ചുമ്മാ ഇങ്ങനെ കാണിക്കുമ്പോഴല്ല നമുക്ക് അതിന്റെ ആ ഒരു ഇമ്പാക്ട് കിട്ടുന്നത്. ഈ സിനിമയിൽ സ്ലോ മോഷന്റെ എലമെന്റ്സ് വളരെ മിനിമൽ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു സീനിൽ ലാലേട്ടന്റെ ഒരു സ്ലോമോ ജമ്പ് കാണിക്കുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, എനിക്ക് ശരിക്കും ഗൂസ് ബമ്പ് കിട്ടിയ ഒരു നിമിഷം തന്നെയായിരുന്നു അത്. ആ ഒരു സീനിലേക്ക് ആ സീൻ ബിൽഡ് ചെയ്ത് വരുന്ന ആ സീനിലെ ഇമോഷൻസ് ഇങ്ങനെ കൂട്ടി എല്ലാം ചെന്ന് ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് അത് ആ ഒരു ഇമ്പാക്ട്, ആ ലാലേട്ടന്റെ ആ ക്യാരക്ടറിന്റെ ഉള്ളിൽ വർക്കായിക്കൊണ്ടിരിക്കുന്ന ഇമോഷന്റെ ഇമ്പാക്ട് നമ്മൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്ന തരത്തിൽ ആ കറക്റ്റ് പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, ഇവിടെ ഒരു സ്ലോ മോഷൻ കൊടുക്കാം എന്ന് പറയുന്ന ആ കോൾ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ ആ ടെക്നിക്കൽ കോൾസ് എല്ലാം തരുൺ മൂർത്തി ചെയ്തത് ടു ദ പോയിന്റ് ആയിരുന്നു. അത് നമുക്ക് അത്രയും എന്താ പറയാ, തിയേറ്റർ ഇറപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും എൻജോയ് ചെയ്തിട്ട് കൈയടിക്കുന്ന ഒരു മൊമെന്റ് കൂടിയായിരുന്നു ആ ഒരു സ്ലോമോ. എനിക്ക് വളരെയധികം വർക്കായ ഒരു സീൻ തന്നെയായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് നമുക്ക് കിട്ടില്ല. മറ്റൊരു കാര്യം ഇവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന് നേരെ വരുന്ന ആ വിമർശനങ്ങൾ മൊത്തം അതെല്ലാം ഒരു പാക്കേജ് ആയിട്ട് എന്താ പറയാ, തമാശ രൂപേണ അല്ലെങ്കിൽ ഒരു ഫണ്ണി എലമെന്റ്സ് ആയിട്ട് മൊത്തത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ ദ കംപ്ലീറ്റ് ആക്ടറുടെ കംപ്ലീറ്റ് പെർഫോമൻസ് പാക്കേജ് ആയിരുന്നു തുടരും എന്ന് പറയുന്ന ആ മൂവി. പക്ഷെ എനിക്കിതിലുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മുടെ എമ്പുരാനെ റീപ്ലേസ് ചെയ്ത് ഈ സിനിമ വിഷുവിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ കേരള ബോക്സ് ഓഫീസിനെ മറ്റൊരു തലത്തിൽ കുലുക്കുന്ന ലാലേട്ടന്റെ മറ്റൊരു സിനിമാറ്റിക് വിസ്മയമായി മാറേണ്ട സിനിമ കൂടി തന്നെയായിരുന്നു തുടരും.